അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP ഉസ്താദ് അവർകൾ ഒരു മതത്തിൻ്റെ നിയമം കൃത്യമായി മതവിധികൾ പറയേണ്ട മേഖലയിൽ തന്നെ പറഞ്ഞപ്പോൾ CPIM സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോവിന്ദൻ മാഷ് പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ് അതിന്ന് ചർച്ചയായിരിക്കുകയാണ്. അതിനോട് മാധ്യമപ്രവർത്തകർ വളരെ ആവേശത്തിലായിരുന്നു അതിൻ്റെ വിവരങ്ങളൊക്കെ ആരായാൻ വേണ്ടി ചെല്ലുന്നത്. ഒരു സമുദായത്തെ മൊത്തവും മതവർഗീയവാദികളും തീവ്രവാദികളാണ് എന്നും ശത്രുരാജ്യത്തിലേക്ക് അവർ നീങ്ങണമെന്നും പറഞ്ഞ്, അതായത് ഇന്ത്യ രാജ്യത്തിൻ്റെ ശത്രുരാജ്യത്തിലേക്ക് കൂട്ടത്തോടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ കാര്യം ചോദിക്കാൻ മാധ്യമപ്രവർത്തകരും ഉണ്ടായില്ല. അതിനെതിരെ സംസാരിക്കാൻ, ജോർജിനെതിരെ സംസാരിക്കാൻ ഗോവിന്ദൻ മാഷയുടെ നാവ് പൊങ്ങിയതും നമ്മൾ കണ്ടില്ല. ഇവിടെ ഒരു മതപണ്ഡിതർ, അതും ലോകപ്രശസ്തരായ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു ആധ്യാത്മിക നായകൻ, അദ്ദേഹത്തിന് മതത്തിൻ്റെ വിധിവിലക്കുകൾ പറയേണ്ടിയിരിക്കുന്ന മേഖലയിൽ മതത്തിൻ്റെ വിധിവിലക്കുകൾ പറഞ്ഞപ്പോൾ വക്രബുദ്ധിയോടെയും വക്രചിന്തയോടുകൂടിയും അത് ആരുടെയെങ്കിലും ലാഭങ്ങൾ, അടുത്ത തെരഞ്ഞെടുപ്പിൽ കുറേ ആളുകൾ അങ്ങനെയെങ്കിലും കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ആ ഉദ്ദേശം ഇമ്മിണി ബുദ്ധിമുട്ടോടുകൂടെ തന്നെയായിരിക്കും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വത്തിന് സാധിക്കുക എന്ന് നേതാവിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഒരൊറ്റ കാര്യമാണ്. മതപരമായ കാര്യങ്ങളിൽ മതനേതാക്കന്മാർ കാര്യങ്ങൾ പറയുമ്പോൾ അതവരുടെ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പറയാനുള്ള ബോധ്യവും ആ ചിന്താശേഷിയും ഇല്ലാത്ത ആളല്ലല്ലോ മാഷ്. അതുകൊണ്ട് തന്നെ ഇത്തരം വികലമായ ചിന്താഗതിയോടുകൂടെയുള്ള നീക്കങ്ങൾ, സംസാരങ്ങൾ അത് ഉചിതമാവില്ല. അത് തിരിച്ചടിയായിരിക്കും അതിന് ലഭിക്കുക എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ആരെയെങ്കിലും പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ പ്രീതി ലഭിക്കാനും പോകുന്നില്ല എന്നത് മനസ്സിലാക്കേണ്ടത് നന്ന്. ബഹുമാന്യനായ ഉസ്താദ് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം നമ്മളാരെങ്കിലും പറയേണ്ടതില്ല. കാര്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് മറ്റാരെങ്കിലും ആ വിഷയത്തിൽ മറ്റൊരു കമൻറ്റുമായിട്ട് വരാത്തത്. സ്വാഭാവികമായിട്ടും ഉസ്താദ് പറഞ്ഞതാണ് ശരിയെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മതനേതാക്കന്മാർ ആ വിഷയത്തിൽ ഗോവിന്ദൻ ജി പറഞ്ഞതിനോടൊപ്പം യോജിക്കാൻ, അതല്ലെങ്കിൽ ഇവിടെ പറയരുതായിരുന്നു, അത് അസ്ഥാനത്തായിപ്പോയി എന്നുള്ളൊരു കമൻ്റ്. ലോകത്ത് ഒരിക്കലും മതവിധികളെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളും അങ്ങനെ പറയില്ല. ഇന്ത്യ രാജ്യത്ത് മതവിധി കൃത്യമായിട്ട് പറയാൻ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു സമീപനമാണ് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. കാരണം ഒരു സങ്കുചിത ചിന്താഗതി ഈ കാലഘട്ടത്തിൽ ചില ഫെമിനിസ്റ്റുകൾ പറയുന്നത് പോലെയുള്ള വാക്കുകൾ അതങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി മുതിരതായിരുന്നു. അത് പറയണമെങ്കിൽ ഏറ്റവും നല്ല സമയം കഴിഞ്ഞുപോയി. കുറച്ച് നാളുകളായിട്ട് കേരളീയ സമൂഹം വീക്ഷിക്കുകയാണ്, പണ്ഡിത സമൂഹം വീക്ഷിക്കുകയാണ്, വിദ്യാർത്ഥി സമൂഹം വീക്ഷിക്കുകയാണ്, രാഷ്ട്രീയ പ്രവർത്തകർ വീക്ഷിക്കുകയാണ്. ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ ഒക്കെയും വർഗീയ ചിന്താഗതിയോടുകൂടെ അല്ലാതെ വിശ്വസിക്കുന്ന ഇന്ത്യ രാജ്യത്തിലെ ജനകീയ ജനാധിപത്യ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന എല്ലാ ആളുകളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പി സി ജോർജിൻ്റെ നിലപാടിൽ വായണക്കാൻ വേണ്ടി പോലും തയ്യാറാവാത്ത നേതൃത്വം, അത് നിലവിലെ സെക്രട്ടറി ആണെങ്കിലും ശരി, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആണെങ്കിലും ശരി, സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ഈ വിഷയത്തിൽ നാവനങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഉചിതമല്ല. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഔദാര്യമായിട്ടല്ല, അംഗീകാരം എന്ന നിലക്ക് ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിൻ്റെ തന്നെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ചില ആനുകൂല്യങ്ങളുണ്ടാവും.
അത് ലഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമ്പോഴും അതൊന്നും ഔദാര്യമല്ല എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സമുദായത്തിനെതിരെ അതുപോലെ മതപണ്ഡിതന്മാർക്കെതിരെ ഇത്തരം കമൻറ്റുകളുമായി വന്ന് അങ്ങനെ ഒന്ന് സംസാരിക്കാതിരിക്കും സമൂഹം, അതല്ലെങ്കിൽ ഒരു അടിമ മനോഭാവത്തോടുകൂടി അവർ കഴിയും എന്നുള്ളൊരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണ സെക്രട്ടറി തിരുത്തുന്നത് നല്ലതാണ്. ഒരിക്കലും കേരളീയ സമൂഹം ഇത്തരം കമൻറ്റുകൾ അങ്ങയെപ്പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് പാർട്ടിക്കും ഗുണം ചെയ്യില്ല, സമൂഹത്തിനും ഗുണം ചെയ്യില്ല. അതുമാത്രമല്ല, ഇത് ചോദ്യം ചെയ്യാൻ കേരളത്തിൽ ആളുകളുണ്ടാവും എന്നുള്ളൊരു ബോധ്യം ഈ സെക്രട്ടറിക്കും സെക്രട്ടറിയുടെ പാർട്ടിക്കും നേതൃത്വത്തിനുമൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പറയും സ്ത്രീകളുടെ കാര്യത്തിൽ, പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വല്ലാതെ താല്പര്യമാണ് എന്നൊക്കെ പറയും. ആ താല്പര്യങ്ങൾ കേരളീയ സമൂഹം കാണുന്നുണ്ട്. ആ താല്പര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ആവലാതിയും ആശങ്കയും ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നില്ല. ആവലാതിയും ആശങ്കകളും അതിൻ്റേതായ ഘട്ടങ്ങളിൽ കൃത്യമായിട്ട് അത് ലഭിക്കും. എത്ര ചെയ്താലും പഠിക്കില്ല എന്നുള്ള ഭാവമാണ് എങ്കിൽ, പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള ഭാവമാണെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ സമൂഹം മറുപടി നൽകേണ്ടിയിരിക്കുന്ന ഘട്ടങ്ങൾ ഓരോ സംവിധാനങ്ങളും അതാത് ഘട്ടങ്ങളിൽ കടന്നുപോകും. അത് ഏറ്റെടുക്കേണ്ടി വരും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തിരുത്തുന്നത് ഒരു ഉചിതമായ നടപടിയാണ്, നിലപാടാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി തിരുത്തണം. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ പറയുകയും അങ്ങനെ ഒരു സമുദായത്തിൻ്റെ ആശയങ്ങളെയും ഒരു സമുദായത്തിൻ്റെ വിധിവിലക്കുകളെയും നിയമങ്ങളെയും സമൂഹത്തിനിടയിൽ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പഴയ ശൈലിയിൽ പണ്ടെങ്ങോ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അതല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സോഫാനയിൽ വെച്ച് ഈശ്വരനെ കണ്ടുമുട്ടിയാൽ മുഷ്ടിയോടെ കൈച്ചുരുട്ടി യുദ്ധം ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ച